ഞാൻ ഡിസംബർ 8-ന് വേണ്ടി ദിലീപ് അനുകൂലിക്കുന്ന ഒരു ഹെഡ് ബാൻഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഡിസംബർ 8-ാം തീയതിക്ക് വേണ്ടി, തമാശ പറയുന്നൊന്നുമല്ല, ഒറിജിനലി ദിലീപ് അനുകൂലിക്കുന്ന ഒരു ഹെഡ് ബാൻഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മാഡം തീർത്തോട്ടെ. ഇനി രണ്ട്, എന്തുകൊണ്ടത് ചെയ്യുന്നു എന്നറിയാമോ? ഈ രാജ്യത്തെ കോടതികൾ എനിക്ക് വിശ്വാസമുണ്ട്. കീഴ്ക്കോടതി മുതൽ 3 ഹൈക്കോടതി ജഡ്ജിമാർ മുതൽ 2 സുപ്രീം കോടതി ജഡ്ജിമാർ വരെ വീണ്ടും വീണ്ടും ദിലീപിന്റെ കേസിന്റെ പല ആസ്പെക്ട് കേട്ടതല്ലേ. എത്ര നാൾ ഒരു വ്യക്തിയെ ഇങ്ങനെ വേട്ടയാടും ഒരു കാര്യമില്ലാതെ? ഇനിയും മാഡത്തിന് ആ 4 പോലീസുകാരുടെ കേസിൽ ഉത്തരവാദിത്വം ഉണ്ടെന്നല്ല പറഞ്ഞത്. 4 പോലീസുകാരെ കൊല്ലാൻ നോക്കിയെന്ന് നമ്മുടെ കേരള പോലീസിന് കള്ളക്കേസ് ഉണ്ടാക്കാമെങ്കിൽ ഈ അതിജീവിതയുടെ കേസിലേക്ക് കള്ളക്കേസ് ഉണ്ടാക്കിക്കൂടെ? അതിജീവിതയ്ക്ക് നീതി കിട്ടണം, പൾസർ സുനി ശിക്ഷിക്കപ്പെടണം, ദിലീപിനെ കള്ളക്കേസിൽ മോചിക്കപ്പെടണം. അതാണ് വേണ്ടത്. അതിജീവിതയ്ക്ക് നീതി വേണം. പക്ഷേ അതിജീവിതയ്ക്ക് നീതി വേണമെന്ന് പറയുമ്പോൾ അവിടെ ദിലീപ് ശിക്ഷിക്കപ്പെടണമെന്നാണ്. ദിലീപ് ശിക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ അതിജീവിതയ്ക്ക് നീതിയില്ല. കാരണം അതിജീവിതയുടെ ആവശ്യം അതാണല്ലോ, ദിലീപ് ശിക്ഷിക്കപ്പെടണം എന്നുള്ളതാണ്. അതിങ്ങനെ പറയാതെ അല്ലെങ്കിൽ അവർ കേസുമായിട്ട് മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ലായിരുന്നേ. അല്ല, അങ്ങനെയാണെങ്കിൽ അവർ കേസുമായിട്ട് മുന്നോട്ട് പോകേണ്ട കാര്യമില്ലായിരുന്നു. കാരണം പൾസർ സുനിയെയും കൂട്ടാളികളെയും ശിക്ഷിക്കണമെങ്കിൽ ഇത്ര പ്രയാസപ്പെട്ട് കേസ് നടത്തേണ്ട ആവശ്യമില്ലായിരുന്നു. അത് സ്വാഭാവികമായിട്ട് ആ കേസ് പ്രതികളെ ശിക്ഷിക്കുന്നതിലേക്ക് വരും. രാഹുലെ ഈ കേസ് ഇത്ര കഷ്ടപ്പെട്ട് നടത്തണമെങ്കിൽ അതിൽ ദിലീപ് ശിക്ഷിക്കപ്പെടണമെന്ന ഉദ്ദേശത്തിൽ തന്നെയാണ്. അതിജീവിതയ്ക്ക് എങ്ങനെ അറിയാം ശ്രീ ദിലീപിന് പിന്നിലുണ്ടെന്ന്? ശ്രീ ദിലീപ് നിരപരാധിയാണ്. മാസങ്ങൾക്ക് ശേഷം ഈ കേസിലേക്ക് വലിച്ചഴക്കപ്പെടുകയായിരുന്നു. അതിജീവിതയും ഈ ശ്രീ നിരപരാധിയാണെന്ന് അതിജീവിത പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടില്ല. അതിജീവിതയ്ക്കൊന്നും അറിയില്ല, ഇതൊന്നും അറിയില്ല. ഞാൻ ചോദിക്കട്ടെ, 4 മാസത്തിന് ശേഷമാണോ പൾസർ സുനിയെ കൊണ്ട് പറയിക്കുന്നത്? അതിനിടയ്ക്ക് പൾസർ സുനി ജയിലിൽ പോയപ്പോ എത്ര പേര് വിസിറ്റ് ചെയ്തു, ഈ കഥ ഉണ്ടാക്കി കൊടുത്തു? എന്നിട്ട് എവിടെ തെളിവ്? 2010-ൽ 10,000 രൂപ അഡ്വാൻസ്, 3 കോടിക്ക് എവിടെ അഡ്വാൻസിന് തെളിവ്? ഒരു ഫോട്ടോ കൊടുത്തല്ലോ, TV പറഞ്ഞ അതേക്കുറിച്ച് കോടതിയിലുള്ള ആളാണെങ്കിൽ പറഞ്ഞ് ഒരു ഫോട്ടോ കൊടുത്തല്ലോ. ആ ഫോട്ടോ പൾസർ സുനിയുടെ കൊടുത്തില്ലേ ലൊക്കേഷനില്? ഒന്നാമതൊരു വ്യാജ ഫോട്ടോ അല്ലേ? ഫോട്ടോഷോപ്പ്. ഏത് ഫോട്ടോ? ദിലീപിന്റെ സെറ്റിൽ ജോർജേട്ടന്റെ സെറ്റിൽ ആ ഫോട്ടോയെ പറ്റിയാണ് പറയുന്നത്. ഒറ്റക്കാരൻ അഡ്വക്കേറ്റ് ആണല്ലോ, ഞാനും ഇത് പഠിച്ച ആളാ, ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നില്ല. ഒറ്റക്കാരൻ ചോദിച്ചോട്ടെ, 2021 ഡിസംബർ 15-ാം തീയതി ഈ ബാലേന്ദ്രകുമാർ എന്തിനാ 2ാമത് കേസന്വേഷണം നടത്താൻ പറഞ്ഞേ? കാര്യം എന്താ? അപ്പൊ ലാസ്റ്റ് 221 സാക്ഷികൾ അന്ന്, ഇന്നിപ്പോ 261 40 കൂടി 220 സാക്ഷികളെ വിസ്തരിച്ചതിന് ശേഷം 226 സാക്ഷി അന്വേഷണ ഉദ്യോഗസ്ഥരെ വിസ്തരിക്കാനിരിക്കുമ്പോൾ ബാലേന്ദ്രകുമാറിന്റെ കറക്റ്റ് എൻട്രിയാണ്. നമുക്കറിയാം ഭരണഘടന അനുസരിച്ച് ഡിസ്ക്രിമിനേറ്റിംഗ് പവർ ഉണ്ട് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥർ. എന്തിനാ? ഇത് തുടരന്വേഷണം പറയാൻ. ആ തുടരന്വേഷണം എന്ന് പറയുന്ന ആ ലോ എൻജോയ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? ബാലേന്ദ്രകുമാറിനെ കൊണ്ടുവന്നു. എന്തിനാ കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം എന്തായിരുന്നു? ഈ അന്വേഷണം നീട്ടുക. കാരണം 220 എണ്ണത്തിലെ വിചാരണ ചെയ്തപ്പോ സ്വാഭാവികമായി എന്റെ പൊന്നു TV മിനി, ഈ അത്രയും തെളിവുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് 2ാമത് അന്വേഷണം? പറയൂ. ദിലീപ് ശിക്ഷിക്കാൻ ഈ പറഞ്ഞ ഇത്രയും തെളിവുകളില്ലേ?